ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിന് ആവശ്യമായ അല്ലെങ്കിൽ സുഖിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറയാൻ പോവാ കേട്ടോ. മുഴുവൻ കേൾക്കണേ. സെക്സിന് ഏറ്റവും മികച്ച സമയം ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരമായി സൈക്കോളജിസ്റ്റുകൾ കൂടുതലും പറയുന്നത് അതിരാവിലെയുള്ള സമയമാണ്. ശരീരത്തിലെ ഹോർമോൺ ഉൽപാദനം ഭംഗിയായി നടക്കുന്നത് ഈ നേരത്താണെന്ന് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുതൽ കാണപ്പെടുന്നത് അതിരാവിലെയുള്ള നേരത്താണെങ്കിലും അവനിൽ ആരോഗ്യമുള്ള ബീജങ്ങൾ കാണപ്പെടുന്നത് ഉച്ചനേരത്താണെന്ന് ഒരു വിഭാഗം സൈക്കോളജിസ്റ്റുകൾ വാദിക്കുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് രാത്രി 11-ന് ശേഷമുള്ള സമയം തന്നെയാണ് സെക്സിന് ഏറ്റവും അനുയോജ്യം എന്നാണ്. എന്തായാലും പങ്കാളികൾ ഇരുവർക്കും ചേർന്ന് ഏറ്റവും ഉണർവുള്ളതും സൗകര്യപ്രദവുമായ സമയം തിരഞ്ഞെടുത്താൽ അത് തന്നെയാണ് സെക്സിന് ഏറ്റവും പറ്റിയ സമയം. ആഹ്ലാദം എത്ര നേരം? ഒരു പങ്കാളിക്കും പൂർണ്ണ തൃപ്തി വരും വരെയുള്ള ലൈംഗിക ബന്ധത്തിന് എത്ര സമയമെടുക്കുന്നു അത്ര സമയമാണ് സെക്സ് ദൈർഘ്യമായി കണക്കാക്കപ്പെടുന്നത്. എത്ര സമയം നീണ്ടുനിന്ന് എന്നതിലല്ല, എത്രത്തോളം ആസ്വാദകരമായി എന്നതാണ് ചിന്തിക്കേണ്ടത്. രതിമൂർച്ച എത്ര നേരം, സംഭോഗം എത്ര നേരം തുടങ്ങിയവയ്ക്ക് കൃത്യമായ ഉത്തരം ലഭ്യമല്ല, കാരണം ഇത് വ്യക്തിഗതം തന്നെയാണ്. ലേഡീസ് ഫസ്റ്റ് എന്നുള്ള ചൊല്ലിൽ പതിരില്ല. ലൈംഗികതയിലെ 3 നിയമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഈ ചൊല്ലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. രതിമൂർച്ച സ്ത്രീകൾക്ക് പുരുഷൻ രതിമൂർച്ച നേടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനായുള്ള മാർഗങ്ങൾ വേണം പുരുഷൻ തേടേണ്ടതും. 49% സ്ത്രീകൾ മാത്രമേ ലിംഗയോനി സംഭോഗത്തിലൂടെ രതിമൂർച്ചയിലെത്താറുള്ളൂ. ബാക്കി ഭൂരിപക്ഷം പേരും മറ്റു പല മാർഗങ്ങളിലൂടെയാണ് തൃപ്തി നേടുന്നത്. രതിമൂർച്ചയ്ക്ക് ശേഷം പുരുഷൻ ക്ഷീണിതനാകുന്നത് സ്വാഭാവികമാണ്. ഉടൻ തന്നെ മറ്റൊരു സംഭവത്തിന് ഒരുങ്ങാൻ അവന് കഴിയില്ല. ഒരു കൗമാരക്കാരന് മിനിറ്റുകളും ഒരു 50-കാരന് മണിക്കൂറുകളും അതിനായി വേണ്ടിവരും. എന്നാൽ സ്ത്രീകൾക്ക് ഇത്തരത്തിലൊന്നില്ല. ഒരു തവണ രതിമൂർച്ച നേടിയതിനു ശേഷവും അവർക്ക് മറ്റൊരു രതിമൂർച്ചയിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയും. ഭൂരിപക്ഷം പേർക്കും വിശ്രമം എടുക്കാതെ തന്നെ അടുത്ത ബന്ധത്തിലേക്ക് പോകാനാകും. ലിംഗപ്രവേശം എപ്പോൾ വേണമെന്നുള്ളത് സ്ത്രീ വേണം തീരുമാനിക്കാൻ. അവൾ വേണ്ടത്ര ലൈംഗികപരമായി ഉണർവ് നേടിയതിനു ശേഷം മാത്രമേ പ്രവേശം സംഭവിക്കാവൂ. യോനിയിലെ നനവും സ്തനഞെട്ടുകളുടെ വികാസവും ലിംഗപ്രവേശനത്തിനുള്ള യോനി സന്നദ്ധത കാണിക്കുമെങ്കിലും അവൾ നൽകുന്ന സൂചനകൾക്കനുസൃതമായി ലിംഗപ്രവേശം സംഭവിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ലൈംഗികതയുടെ ക്ലൈമാക്സിലേക്ക് നയിക്കാനും സെക്സിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാനും സ്ത്രീകൾക്ക് കഴിയണം. പുരുഷനെ ലൈംഗികമായി ഉണർവുണ്ടാക്കാനും പങ്കാളികൾക്ക് ഇഷ്ടപ്പെട്ട ലൈംഗിക മാർഗങ്ങളിലേക്ക് നയിക്കാനും സ്ത്രീക്ക് കഴിയണം. സോ ഡു ദിസ്. സ്ത്രീക്ക് എത്രത്തോളം സന്തോഷം ലൈംഗികതയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് പുരുഷൻ. വികാരോത്തേജന കേന്ദ്രങ്ങളിൽ അവന്റെ സ്പർശത്തോടുള്ള പ്രതികരണം പോലും ശബ്ദമായോ മറ്റു സ്ത്രീ അറിയിക്കുക തന്നെ വേണം. അത് പുരുഷനെ ലൈംഗികപരമായി കൂടുതൽ ഉണർത്തും. പിന്നെ ഏജും പ്രായമൊക്കെ നോക്കാം. എന്തൊരു വൈരുദ്ധ്യമാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ. അതായത് 18-20 വയസ്സിൽ ലൈംഗികതയുടെ ഉയർന്ന അവസ്ഥയിൽ എത്തുന്നവനാണ് പുരുഷൻ. അവിടെ നിന്നുള്ള ഇറക്കമാണ് സാധാരണ വരും വർഷങ്ങളിൽ സംഭവിക്കുക. എന്നാൽ സ്ത്രീയിൽ ഇതിന് തികച്ചും വിപരീതമാണ് സംഭവിക്കുക. ലൈംഗികപരമായി പുരുഷൻ വിരസതയിലേക്ക് പോകുമ്പോൾ അവളിൽ ലൈംഗികാഗ്രഹങ്ങൾ ഉയർന്ന നിലയിലായിരിക്കും. 30-കൾ മുതൽ 40-കളിലേക്കുള്ള പടവുകളിൽ അവളിൽ ലൈംഗികാഗ്രഹം നുരയുന്നുണ്ടാകും. വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നതോടെ പുരുഷനിൽ ലൈംഗികമായി ഉറങ്ങിയ അവസ്ഥയിലായിരിക്കും എന്ന് കരുതുന്നത് തെറ്റാണ്. ലൈംഗികാഗ്രഹത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടായില്ലെങ്കിലും പുരുഷനിൽ ലൈംഗികാഗ്രഹം ഒരേ അവസ്ഥയിൽ ഏതാണ്ട് 80 വയസ്സുവരെയൊക്കെ നിലനിൽക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. പ്രായമെത്തുന്നതോടെ സ്ഖലനം വരെയുള്ള നേരങ്ങളിൽ കൂടുതൽ നേരം ലൈംഗികതയിൽ ഏർപ്പെടാൻ പുരുഷന് കഴിയും. ഉദ്ധാരണം ലഭിക്കാൻ യൗവനത്തെ അപേക്ഷിച്ച് കാലതാമസം നേരിടുമെന്ന് മാത്രം.
പ്രായമെത്തുന്നതോടെ ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ലൈംഗികാസ്വാദന ശേഷി കുറഞ്ഞാലും ലൈംഗിക ആഗ്രഹങ്ങൾ കുറവുണ്ടാകുന്നൊന്നുമില്ല. ആർത്തവ വിരാമത്തോടെ അടുക്കുന്ന സ്ത്രീകളിൽ ഏറെ നേരം നീണ്ടു നിൽക്കുന്ന രതിപൂർവ്വ കേളികളിലൂടെ മാത്രമേ ശരീരം ബന്ധപ്പെടലിന് സജ്ജമാകൂ. ലൈംഗികതയിൽ ഒരു റിട്ടയർമെന്റ് കാലമില്ലെന്ന് അറിയുക. പിന്നെ ഫോർ പ്ലേ. സെക്സ് ഒരു വലിയ വിരുന്നാണെങ്കിൽ വിരുന്നിന് മുമ്പ് വിശപ്പുണ്ടാക്കാൻ കഴിയുന്ന അപ്രൈസറാണ് ഫോർ പ്ലേ അഥവാ ആമോക ലീലകൾ. രതിമൂർച്ച ജീവിതത്തിൽ ഒരിക്കൽ പോലും നേടിയിട്ടില്ലാത്ത സ്ത്രീകളിൽ നടത്തപ്പെട്ട സർവേ പ്രകാരം അവരുടെ പങ്കാളി ബന്ധപ്പെടലിന് മുമ്പ് വേണ്ടത്ര രതിപൂർവ്വ കേളികളിൽ ഏർപ്പെടുന്നില്ല എന്ന് തുറന്നു പറഞ്ഞു. എത്ര നേരം? ലിംഗ സ്വീകരണത്തിന് വേണ്ടത്ര നനവുണ്ടാക്കാൻ സ്ത്രീക്ക് ആമുഖ ലീലകൾ കൂടിയേ തീരും. ഫോർപ്ലേ കൂടാതെ സ്ത്രീയിൽ രതിമൂർച്ച സംഭവിക്കുക വളരെ വിരളമാണെന്ന് തന്നെ പറയാം. സ്ത്രീയിൽ രതിമൂർച്ച സംഭവിക്കണമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ആമുഖ ലീലകൾ കൂടിയേ തീരൂ. സ്ത്രീകളിൽ നടത്തിയ മറ്റൊരു സർവേയിൽ കണ്ടെത്താൻ ശ്രമിച്ചത് സ്ത്രീ ശരാശരി എത്ര നേരം ആമുഖ ലീലകൾ കൊതിക്കുന്നു എന്നതാണ്. ബന്ധപ്പെടലിലേക്ക് അവളെ നയിക്കാൻ എത്ര സമയം ഫോർപ്ലേ വേണ്ടി വരുന്നു എന്ന് അന്വേഷിച്ച പഠനത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞ ഉത്തരം 17 മിനിറ്റ് എന്നാണ്. ഇതൊരു ശരാശരി കണക്കാണ്. 10 മിനിറ്റിനും 25 മിനിറ്റും ഇടയിലുള്ള ഏത് സമയം വരെയുമാകാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ കൂടുന്നതും വല്ലാതെ കുറയുന്നതും സെക്സിന്റെ ആസ്വാദനത്തെ ബാധിക്കും. എത്ര നേരം എന്നുള്ളത് സെക്സിലെ മറ്റൊരു സമയക്കണക്കുകളെ പോലെ തന്നെ വ്യക്തപരമായി വ്യത്യാസപ്പെട്ടിരിക്കാം. കാര്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണം എന്ന മനസ്ഥിതിയോടാണ് പുരുഷൻ പൊതുവെ സെക്സിൽ ഏർപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെടൽ എന്ന മനസ്സോടെയുള്ള ധൃതി കൂട്ടൽ സ്ത്രീയുടെ സെക്സ് ആസ്വാദനത്തെ ബാധിക്കും. ലൈംഗിക സ്വഭാവങ്ങളിലും രീതികളിലും ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ പറയുന്നത് പങ്കാളികളിലെ ലൈംഗിക പ്രവൃത്തികൾ അവർ വിവസ്ത്രരാകുന്നതിനു മുമ്പ് തന്നെ ആരംഭിക്കണം എന്നാണ്. സംഭോഗ സമയത്തിന് സമാനമായ ചലനങ്ങളും വികാരോത്തേജനം ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ ഇരു പങ്കാളികളും നടത്തുന്ന ലാളനകളുമെല്ലാം ആമുഖ ലീലകളിൽ പെടുന്നു. ട്രൈ ദിസ് എന്നും ഒരേ പൊസിഷൻ, ഒരേ ബെഡ്റൂം, സെക്സ് ഇങ്ങനെ വിരസമാകുമ്പോൾ ലൈംഗികതയ്ക്കായി വീട്ടിലെ തന്നെ മറ്റിടങ്ങളും തിരഞ്ഞെടുക്കാം. കിടക്കയിൽ കിടന്നുകൊണ്ടല്ലാതെ ലൈംഗിക ബന്ധത്തിൽ പലതരത്തിലുള്ള പൊസിഷനുകളിൽ വല്ല ബന്ധപ്പെടൽ സാധ്യമാവുകയും ചെയ്യും. സേഫ് സെക്സ്. രോഗങ്ങൾ ഉണ്ടാകാതെയും പകരാതെയും ലൈംഗികത മാത്രമേ ഹോട്ടിയായി മാറുകയുള്ളൂ. ഏത് ലൈംഗിക ബന്ധവും സുരക്ഷിതമല്ലാതാകാം. സെക്സിൽ എന്തെല്ലാം കരുതലുകൾ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. അതിനാൽ കരുതലോടെയുള്ള ബന്ധപ്പെടലിന് വേണം പങ്കാളികൾ തയ്യാറാകാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ തുടർച്ച വേഗം തന്നെ വരുന്നതാണ്. പിന്നെ ഇത് കേട്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ല കേട്ടോ. കമൻ്റ് ഇട്ടേക്കണേ. പിന്നെ അടുത്തതുമായി വേഗം തന്നെ കാണാം. ബൈ.